എല്ലാവർക്കും നമസ്കാരം. സെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചക്കപ്പേരി വെക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ചക്ക കിട്ടാനില്ല. എനിക്ക് കുറച്ച് ചക്ക കിട്ടിയ ഒരു സമയത്ത് ഞാൻ പഴുത്ത ചക്കയും അതേപോലെ പച്ച ചക്കയൊക്കെ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഓരോ പാക്കറ്റിലാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പേരി വെക്കാനും അതുപോലെ കറി വെക്കാനും പഴുത്ത് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ള സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ഒക്കെ വൃത്തിയാക്കി ചവണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുരും അതുപോലെ ചക്കച്ചുളയും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള കവറുകളാണ് കേട്ടോ. അതിൽ നിന്ന് 2 കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചക്കക്കുരു ആവശ്യമുള്ളതും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വാറ്റിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ ഞാൻ ചക്കക്കുരും കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇത് പച്ച ചക്കയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേവിച്ചിട്ട് നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തൂമിച്ചെടുക്കുമ്പോൾ അത് വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. വെള്ളം കളയണ്ട കേട്ടോ. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കണം. ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ കുത്തിയത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചുവന്നുള്ളി 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സിം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇട്ട് വാടിയാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുത്തുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് എരിവോട് കൂടെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഇഷ്ടമുള്ളവർക്ക് അത്ര ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് കുത്തുമുളക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരും ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സുലൈമാനിയൊക്കെ കൂട്ടി കഴിക്കാനും ചോറിനോടൊപ്പം കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതേപോലെ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നതാവാം. എങ്കിൽ കൂടെ നമ്മൾ ചക്കയും അതേപോലെ ചക്കക്കുരുവൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. ഞാനങ്ങനെ ചെയ്തെടുക്കുന്നത് കാരണം നിങ്ങളെയും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇനി അടുത്ത തവണ നമുക്ക് ചക്കയൊക്കെ ധാരാളം കിട്ടുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ ചക്ക പുഴുങ്ങിയിട്ട് പിന്നെ പഴുത്ത ചക്ക വിരകി വെച്ചാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ സമയത്ത് അട ഉണ്ടാക്കാനും അതേപോലെ പായസം വെക്കാനും വെറുതെ ഹലുവ പോലെ കഴിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഏത് സമയത്തും നമുക്ക് ഇതേപോലെ സാധനങ്ങൾ കിട്ടാതെ ഇരിക്കില്ല. നമ്മളിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.